കണ്ണു നനയിച്ച മറ്റൊരു വാർത്ത തൃപ്പൂണിത്തുറയിൽ പിതാവിനെ മകൻ ഉപേക്ഷിച്ച് പോയി എന്നുള്ള ഒരു വാർത്തയായിരുന്നു. അയൽവാസികളുടെ ഇടപെടലിനെ തുടർന്ന് പോലീസ് അതിലേക്ക് എത്തുകയും ഇപ്പോൾ പോലീസ് നടപടിക്കൊരുങ്ങുന്നു എന്ന വാർത്തയും വരികയാണ്. മകനെതിരെ കേസെടുത്തെങ്കിലും ഉടൻ ഹാജരാകില്ല എന്നാണ് വിവരം. സംഭവം വിവാദമായിട്ടും പിതാവിനെ ഏറ്റെടുക്കാൻ മക്കൾ ആരും തയ്യാറായിട്ടില്ല. ഇതോടെ ഇദ്ദേഹത്തെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നവമി ദിനേശാണ് ചേരുന്നത്. നവമി, വെരി ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് മാതൃദിനമാണ്. അമ്മയും അച്ഛനെയും ഒക്കെ, പ്രായമായ അമ്മയും അച്ഛനെയും ഒക്കെ എങ്ങനെ നോക്കണം എന്നൊക്കെ നമ്മൾ വരും തലമുറയെ കാണിച്ചു കൊടുക്കേണ്ട അവസരമാണിത്. ആ സമയത്താണ് ഇന്നലെ ഇത്തരത്തിലൊരു വാർത്ത വരികയും വലിയ വേദന ഉണ്ടാക്കുകയും നമുക്കൊക്കെ കാണുമ്പോൾ തന്നെ, അതും കിടപ്പ് രോഗിയായിരുന്ന അച്ഛനാണ്. ഒന്ന് എഴുന്നേറ്റ് മാറിക്കിടക്കാനോ തിരിഞ്ഞു കിടക്കാനോ പോലും പറ്റാത്ത ആളാണ്. അദ്ദേഹത്തോടാണ് ഇത്രയും ക്രൂരത കാട്ടിയത്. ഇപ്പോൾ എന്താണ് ഇതിന്റെ ഒരു ഏറ്റവും പുതിയ വാർത്ത? എന്താണ്? വെരി ഗുഡ് മോർണിംഗ് അശ്വതി. ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഓരോ ദിവസവും വരുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. മക്കളെ നോക്കാനറിയാത്ത മാതാപിതാക്കളെ നോക്കാനറിയാത്ത മക്കൾ, എങ്ങോട്ടാണ് നമ്മുടെ കേരളം ഇങ്ങനെ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ തന്നെ വലിയൊരു ആശ്ചര്യമാണ് തോന്നുന്നത്. ഇന്നലെ തൃപ്പൂണിത്തുറയിൽ നിന്നും വരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മളുടെ കണ്ണ് നനയിച്ചത് ഒന്നുകൂടിയായിരുന്നു. പ്രാഥമിക ആവശ്യങ്ങൾ പോലും കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ കിടപ്പ് രോഗിയായി കഴിയുന്ന അച്ഛനെ ഉപേക്ഷിച്ച് എങ്ങനെയാണ് ആ മകന് പോകാൻ കഴിഞ്ഞത് എന്ന് ഓർത്ത് ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചർച്ച ചെയ്യുകയും ഇന്നലെ മന്ത്രി അടക്കം ഇടപെട്ട് 70 വയസ്സ് കഴിഞ്ഞ വയോധികനായ ഷൺമുഖന് വേണ്ട എല്ലാ കരുതലും ചികിത്സയും നൽകണമെന്നൊക്കെ ഉറപ്പ് നൽകിയിരുന്നു. എന്തായാലും കേവലം ഒരു സ്വത്ത് തർക്കം അല്ലെങ്കിൽ കുടുംബ പ്രശ്നത്തിന് വേണ്ടി അച്ഛനെ ഉപേക്ഷിച്ചു പോയ ഈ മകനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഇന്നലെ ഒന്നടങ്കം പറഞ്ഞത്. എന്തായാലും പോലീസ് ഇതിന് കേസെടുത്തിട്ടുണ്ട്. മകനെ വിളിച്ചപ്പോൾ ആദ്യം വേളാങ്കണ്ണിയിൽ ട്രിപ്പ് പോയിരിക്കുകയാണ്. അതായത് ഒരു ഡ്രൈവറാണ്, അതിന്റെ വേളാങ്കണ്ണിയിലാണ് താനിപ്പോൾ, പിന്നീട് വാഗമണിലാണ്, അങ്ങനെ പല പേരുകൾ പലയിടങ്ങളിലാണെന്ന് പറയുന്നു പോലീസിന് മറുപടി നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസ് മകനെതിരെ കേസെടുത്തിട്ടുണ്ട്. മകന്റെ ഭാര്യയും കുട്ടികളെയും അവരെ മറ്റൊരിടത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ആ വീട്ടിൽ നിന്ന് കണ്ട ദൃശ്യങ്ങളൊക്കെ വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു. കൊണ്ടുപോകാത്ത ആവശ്യമില്ലാത്ത സാധനങ്ങളുടെ കൂട്ടത്തിൽ സ്വന്തം അച്ഛനെയും ഉപേക്ഷിച്ച് കടന്ന ഈ മകനെതിരെ കടുത്ത നടപടി തന്നെ സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്നലെ രണ്ട് പെൺമക്കളും മകനും ഉൾപ്പെടെ 3 മക്കളുള്ള ഒരു അച്ഛനാണ്. പെൺമക്കൾ ഇന്നലെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. കാരണം അവർ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലാണ്. അവിടെ അച്ഛനെ നോക്കുന്നതിൽ ചില പരിമിതികളുണ്ട്, സാമ്പത്തികമായി കുറച്ച് പിന്നോക്കാവസ്ഥയിലാണെന്നുള്ളൊരു ന്യായമാണ് ഈ മക്കൾ പറയുന്നത്. എന്തായാലും മകന്റെ ഉത്തരവാദിത്തമാണ് ഈ അച്ഛനെ നോക്കേണ്ടത്. അതുകൊണ്ട് മകൻ തന്നെ അച്ഛനെ കൊണ്ടുപോകട്ടെ എന്നുള്ളൊരു നിലപാടാണ് ഇന്നലെ പെൺമക്കളും സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും സഹോദരനാണ് ഇന്നലെ ഈ ഷൺമുഖൻ, 70 വയസ്സ് കഴിഞ്ഞ് ഷൺമുഖന്റെ സഹോദരനാണ് മൂവാറ്റുപുഴയിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് ഈ അച്ഛനെ കൊണ്ടുപോയിരിക്കുന്നത്. ഇന്നലെ മറ്റ് ചില ആളുകൾ ഈ അനാഥാലയങ്ങളിൽ ഉൾപ്പെടെ ഷൺമുഖനെ ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നു. പക്ഷേ സഹോദരൻ തന്നെ കൊണ്ടുപോകാമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് സഹോദരനോടൊപ്പം പോലീസ് ഷൺമുഖനെ വിട്ടുകൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ മകനെതിരെ കേസെടുത്തിരിക്കുകയാണ്. എത്രയും വേഗം മകനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് തന്നെയാണ് പോലീസ് കടന്നിരിക്കുന്നത്. അതോടൊപ്പം മനുഷ്യാവകാശ കമ്മീഷൻ 10 ദിവസത്തിനകം പോലീസിനോട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന, കണ്ണ് നനയിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇന്നലെ ആ 70 വയസ്സ് കഴിഞ്ഞ അച്ഛനെ, ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത, 2 ദിവസമായി ആഹാരം കഴിച്ചിട്ട് കിടക്കുന്ന ഒരു അച്ഛനെ യൂറിൻ ബാഗ് പോലും മാറ്റാൻ കഴിയാതെ വളരെ ദുർഗന്ധം വമിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ വീട്ടിലേക്ക് ഇന്നലെ ചെല്ലുമ്പോൾ പോലും. എന്തായാലും ആ അച്ഛന് വേണ്ട പ്രാഥമികമായിട്ടുള്ള ചികിത്സയെല്ലാം ലഭിച്ചു കഴിഞ്ഞു. സ്വന്തം സഹോദരന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ അച്ഛന് ഇന്നലെ ആശുപത്രിയിൽ എത്തിയപ്പോൾ പ്രഷറും ഷുഗറും ഒക്കെ കൂടിയൊരു അവസ്ഥയിലായിരുന്നു. എന്തായാലും ഈ നാട്ടുകാരുടെയും കൗൺസിലറുടെ ഒക്കെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് ഈ അച്ഛന് വലിയൊരു ദുരന്തം സംഭവിക്കാതെ കൃത്യമായുള്ള ചികിത്സ കിട്ടുകയും ഭക്ഷണം കിട്ടുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ മക്കൾ ഈ അച്ഛനെ ഏറ്റെടുക്കില്ല എന്ന് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പെൺമക്കൾ ഇതിനു മുൻപ് തന്നെ പെൺമക്കൾ ഈ അച്ഛനെ കാണാനൊക്കെ അവിടെ വരുമ്പോഴേക്കും ഈ മകൻ കയറ്റാത്തൊരു സാഹചര്യം, പോലീസുമായിട്ടൊക്കെ മക്കൾക്ക് അച്ഛനെ കാണാൻ എത്തേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, അതായത് ഈ മകനെ അച്ഛനെ വിട്ടുകൊടുക്കാനും പെൺമക്കൾക്ക് വിട്ടുകൊടുക്കാനും ഇഷ്ടമല്ല. പക്ഷേ അയാൾ കൃത്യമായി നോക്കുകയുമില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ്. എന്ത് വിചിത്രമായിട്ടുള്ളൊരു ന്യായീകരണമാണ് ഈ മകൻ പറയുന്നതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും പോലീസ് ഈ മകനെ എത്രയും വേഗം ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചോദ്യം ചെയ്ത് വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കായിരിക്കും
പോലീസ് കടക്കുക. എന്തായാലും മകനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അശ്വതി, അതാണ് മകനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് മദേഴ്സ് ഡേ ആണെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിലൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസോ സ്റ്റോറിയോ ഒന്നും മാത്രമല്ല, അവർക്ക് എന്താണ് വേണ്ടത്, പ്രായമായ അച്ഛനും അമ്മയ്ക്കും എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞ് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അവർ നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം.